ബിഗ് ബോസ് മലയാളം സീസൺ 7 ചരിത്രത്തിൽ തന്നെ ഇത്രയും സൗഭാഗ്യം ലഭിച്ച ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് തന്നെ പറയാം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നൂറയെ പറ്റിയാണ്. നൂറയ്ക്ക് ഇന്ന് ഓണത്തിന് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലെങ്കിൽ മിറാക്കിൾ ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ്. ഒന്ന്, നോമിനേഷൻ പവർ. രണ്ട്, ഇമ്മ്യൂണിറ്റി പവർ. മൂന്ന്, ഫാമിലിയെ കൊണ്ടുവന്ന് ഒരാഴ്ച നിർത്തേണ്ട പവർ. ഈ മൂന്ന് പവറും ഇന്ന് ഒരുമിച്ച് നമ്മുടെ നൂറയുടെ കയ്യിലേക്ക് നമ്മുടെ ബിഗ് ബോസ് ഇങ്ങനെ വെച്ച് കൊടുത്തേക്കുവാണ്. എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് ഏകദേശം പിടി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിനു മുമ്പ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങളുടെ വിലയേറെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം. സോ അറിയാലോ, എല്ലാവരും ഓണം ആഘോഷിക്കുകയാണ്. അതുപോലെ തന്നെ വീട്ടുകാരും ഓണം ആഘോഷിക്കുകയായിരുന്നു. അതിന്റെ ഇടയിലാണ് നമ്മുടെ വീക്ക്ലി ടാസ്ക് നടന്നത്. ഇത്തവണത്തെ വീക്ക്ലി ടാസ്ക് അറിയാലോ, ക്യാപ്പ് മുതൽ തുടങ്ങിയ വീക്ക്ലി ടാസ്ക്, അതിന്റെ ഫൈനൽ ഇന്നായിരുന്നു. അതായത് നമ്മുടെ നെവിന്റെ ടീമും അതോടൊപ്പം തന്നെ നൂറയുടെ ടീമും തമ്മിലുള്ള മത്സരമായിരുന്നു നടന്നത്. അതിൽ ജയിച്ചേക്കുന്നത് നമ്മുടെ നൂറയുടെ ടീമാണ് ജയിച്ചേക്കുന്നത്. നൂറ ക്യാപ്റ്റനായ നൂറയുടെ ടീമാണ് ജയിച്ചേക്കുന്നത്. സോ നൂറയെ തേടി എത്തിയിരിക്കുന്നത് ഈ മൂന്ന് സൗഭാഗ്യങ്ങളാണ്. ഏതൊക്കെയാണ്? ഒന്ന്, നോമിനേഷൻ ഫ്രീ കാർഡ്. രണ്ട്, ഇമ്മ്യൂണിറ്റി. മൂന്ന്, നമ്മുടെ ഫാമിലിയെ കൊണ്ടുവന്നിട്ട് ഫാമിലി വീക്ക് വരുമ്പോഴത്തേക്ക് ഒരാഴ്ച ആ ഫാമിലി നിർത്താൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് നമ്മുടെ നൂറയ്ക്ക് കിട്ടിയിരിക്കുന്നത്. സോ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് ഇത് മൂന്ന് പേർക്ക് കൊടുക്കണമെന്നായിരുന്നല്ലോ ആദ്യം നമ്മൾ ടാസ്ക് ലെറ്റർ വായിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ബിഗ് ബോസ് ഒരു ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നൂറയ്ക്ക് വേണമെങ്കിൽ മൂന്നും നൂറയ്ക്ക് തന്നെ സ്വന്തമാക്കാം. ആ നൂറയുടെ ഡിസിഷനാണ് മറ്റുള്ളവർക്ക് കൊടുക്കണയോ വേണ്ടയോ എന്നുള്ളത്. അവിടെയാണ് ബിഗ് ബോസിന്റെ കളികൾ നടക്കുന്നത്. നൂറ ഓൺ സ്പോട്ട് എന്ത് ചെയ്തു? നിസ്സംശയം ചിന്തിക്കാനൊന്നും നിന്നില്ല. നൂറ ഡയറക്ട്ലി നോമിനേഷനും ഇമ്മ്യൂണിറ്റിയും നൂറ തന്നെ സ്വന്തമാക്കി. അഭിലാഷിന് കൊടുത്തില്ല, അഭിഷേക്ക് കൊടുത്തിട്ടില്ല, അഭിക്ക് കൊടുത്തിട്ടില്ല. ഓക്കെ, പകരം നമ്മുടെ ഫാമിലി വീക്കിൻ്റെ ഇതുണ്ടല്ലോ, ഫാമിലി വീക്ക് വന്ന് ഒരാഴ്ച സ്റ്റേ ചെയ്യുന്നത് നമ്മുടെ ബിന്നിക്ക് കൊടുത്തു. അത് മാത്രം നൂറ എടുത്തിട്ടില്ല. ബാക്കി രണ്ടും, അതായത് നോമിനേഷൻ ഒരു കണ്ടസ്റ്റന്റിനെ നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും അതോടൊപ്പം തന്നെ 3 ആഴ്ച ഇമ്മ്യൂണിറ്റി കിട്ടുകയും ചെയ്യും. അതായത് വേറെ ആർക്കും നൂറയെ നോമിനേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു വരുന്ന 3 ആഴ്ചയോടെ, ഇപ്പം നോമിനേഷൻ ഉണ്ട്, ഇതിൽ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന 3 ആഴ്ചയോടുകൂടി, അതായത് 21 ദിവസം പ്ലസ് അത് കഴിഞ്ഞ് പിന്നെ നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 7 ദിവസം കൂടി, മൊത്തം 28 ദിവസം കിട്ടും. ഏകദേശം ഒരു 10-60 ദിവസം നമ്മുടെ നൂറ ബിഗ് ബോസിൽ ഇനി വാഴും തന്നെ പറയാം. ഇതുപോലെ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയൊരു കണ്ടസ്റ്റന്റ് ഉണ്ടോ എന്നുള്ളത് ചരിത്രത്തിൽ തന്നെ ഉണ്ടാവത്തില്ല ബിഗ് ബോസിൽ എന്ന് ഉറപ്പാണ്. സോ എന്തായാലും നമ്മുടെ നൂറയ്ക്ക് ബിഗ് ബോസ് കൊടുത്ത വലിയൊരു ഓണസമ്മാനമാണ് ഈ കാർഡ്സ്. സോ എന്തായാലും നൂറ ഇത് എങ്ങനെ വെച്ച് കളിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. അതോടൊപ്പം തന്നെ നമ്മുടെ അഭിയുടെ കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡേ 1 മുതൽ, അതായത് ആഴ്ച തുടങ്ങി ഈ ടാസ്ക് തുടങ്ങുന്ന അന്ന് മുതൽ അഭിയും ഒരുപാട് ഈ ടാസ്കിന് വേണ്ടി പ്രയത്നിച്ച ആളാണ്. സോ അഭിയും ഡിസേർവ് ചെയ്തിരുന്നു ഏതെങ്കിലും ഒരെണ്ണം കിട്ടാൻ. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നൂറ കൊടുത്തിട്ടില്ല. ഒരു പക്ഷേ പ്രേക്ഷക കമന്റ്സിലൊക്കെ ഒരുപാട് കാണുന്നുണ്ട്, പ്രേക്ഷകർക്ക് അബിയോട് ഒരു സോഫ്റ്റ് കോർണർ വരാനുള്ള ചാൻസ് ഉണ്ട്. നൂറയോടുള്ള സ്വാഭാവികമായിട്ടും ഒരു ദേഷ്യവും വരും. ഇത് ഗെയിമാണ്, എൻഡ് ഓഫ് ദി ഡേ ഗെയിമാണ്. എങ്ങനെ കളിക്കണം, എന്ത് കളിക്കണം, എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് അവരുടെ പെർസെപ്ഷൻ മാത്രമാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ അബിക്ക് കിട്ടണമായിരുന്നു, കാരണം പുള്ളിയും പാർട്ട് ഓഫ് ദി ടീം ആയിരുന്നല്ലോ. എന്തായാലും നടന്നില്ല. ഇതൊക്കെയാണ് ഇന്ന് നടന്നത്. ഇനി നാളെ നടക്കാൻ പോകുന്നത് ഇതിനേക്കാളും കിടിലമായിട്ടുള്ള സംഭവമാണ്. നമ്മുടെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ് ഇനി വരുന്ന 2 ദിവസം. അറിയാലോ, കത്തി നിൽക്കുന്ന വിഷയങ്ങളാണ് നാളെ എടുക്കാനിരിക്കുന്ന. അനു ജിസയിൽ ആരിന്റെ കത്തി നിൽക്കുന്ന വിഷയങ്ങളാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പ് ചാനലിന്റെ വകയായിട്ട് എല്ലാവർക്കും വീണ്ടും ഓണാശംസകൾ. അപ്പം ബൈ.